നമ്മുടെ കക്കിടിപ്പുറത്തിൻ്റെ നാടക ആചാര്യൻ എന്നടയാളപ്പെടുത്താവുന്ന ഗോപ് മാസ്റ്റർ, അദ്ദേഹം വെറും 12 ദിവസം കൊണ്ട് നാടകം എഴുതി, തിരിച്ചടി എന്ന നാടകം എഴുതിയിട്ട് 2 തവണ കളിച്ച സ്ഥലമാണ് കക്കിടിപ്പുറം. ഇവിടുത്തെ നാടകങ്ങളുടെ പാരമ്പര്യം ഇപ്പോൾ 50 കഴിഞ്ഞ ആളുകൾക്ക് പോലും ഓർത്തെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ആവറേജ് കക്കിടിപ്പുറത്തുകാരൻ്റെ മനസ്സിലുണ്ട്. നേരം വൈകുന്നവരെ പുലർച്ചെ 4 മണി വരെ നാടകം കണ്ടിരുന്ന ഓഡിയൻസും കക്കിടിപ്പുറത്തുണ്ടായിരുന്നു. നാടകത്തെ നെഞ്ചേറ്റിയ ആ ഒരു സംസ്കൃതിയിൽ നിന്നും ഇത്തരം ഒരു പരിപാടിയിൽ നാടകം നിർബന്ധമാണെന്നും അത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയ ആളുകൾ തന്നെ അഭിനയിക്കണമെന്നും നിർബന്ധമുള്ളതുകൊണ്ട് കൈവേല മാഷിന്റെ ചവിട്ടുകളി പോലെ തന്നെ നമ്മൾക്ക് തന്ന ഒരു സംസ്കൃതിയാണ് നാടകം. ആ നാടകത്തെ വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ ഗുരുക്കന്മാർക്ക് വേണ്ടി അടുത്ത തലമുറയെ അറിയിക്കാൻ അവർക്കുള്ള ഈടുവെപ്പുകളാണത് വേണ്ടി ഞങ്ങൾ നെഞ്ചേറ്റുകയാണ്. അതെ, നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ നാടകാചാര്യന്മാരുടെ മണ്ണിൽ ഓർത്തെടുക്കുകയാണ് കൈവേല മാസ്റ്റർ. മുതലാളി വേഷങ്ങളിൽ എപ്പോഴും തിളങ്ങിയെന്ന കുഞ്ഞുണ്ണിക്കുറുപ്പ് മാഷ്, പിള്ളമാഷ്, ഒരു സംവിധായകനും നല്ലൊരു നടനുമായിരുന്ന പിള്ളമാഷ്, പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. രാജൻ മാസ്റ്റർ, അടുത്തിടെ നമ്മളെ വിട്ടുപോയ ചന്ദ്രൻ മാസ്റ്റർ, ഗോവിന്ദകുട്ടി മാസ്റ്റർ, അതുപോലെ ഇവിടുത്തെ ജീവനക്കായിരുന്ന ശ്രീ രാമചന്ദ്രൻ എന്ന കുട്ടൻ എഴുത്തച്ഛൻ, ഇവരെയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. നാടകം ആരംഭിക്കുന്നു. തുറന്ന കിണർ, തുറന്ന മനസ്സ്. മക്കളെ എവിടെയാ? ശ്രീലക്ഷ്മി, ഇന്ന് നമ്മുടെ സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ മീറ്റിംഗ് അല്ലേ? ഇന്നലെ മെമ്മ വായിച്ചതല്ലേ? നിങ്ങൾ അതൊക്കെ മറന്നില്ലേ? നമുക്ക് ഇതൊക്കെ നേരെയാക്കണ്ടേ? വേഗം അവര് വരുമ്പോഴേക്കും ഇതൊക്കെ നേരെ പിടിച്ചിടൂ. അങ്ങനെയല്ല, ഇത് അങ്ങോട്ട് ചെരിച്ചിടൂ. തിരിങ്ങോട്ട് ചെരിച്ചിട്ടു. ഇവിടെ ചെരിച്ചിട്ടു. കുറച്ചും കൂടി കൂടി ഇനി അവിടെ തുണിയുണ്ടോ നോക്കിട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണ്ടേ? ഓഫീസ് റൂമിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഓഫീസ് റൂമിൽ നിന്ന് കസേര എടുക്കണം കേട്ടോ. ആയിക്കോട്ടെ.
പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആരും മെമ്പറല്ലേ ഇങ്ങനെ ഞാൻ ശരിയാക്കാതെ പേടിക്കണ്ട. എവിടെയായിരുന്നു മെമ്പറ്? കുറച്ച് വൈകി. എത്താൻ വഴിക്കോ? വരും. വക്കീല് പണി പല വല്ല വീട്ടിലൊക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് പിന്നെ കാര്യം പറയാതിരിക്കുന്നല്ലോ എല്ലായിടത്തും പ്രശ്നം. വീട്ടിലൊക്കെ നമുക്ക് നമ്മുടെ യോഗം ആരംഭിക്കാം. ഏതായാലും ഇത്രയും പേരൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോ നമ്മൾ യോഗം ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ യോഗത്തിന്റെ ലക്ഷ്യം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പൊ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് ഈ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ഈ യോഗത്തിൽ നമുക്ക് എന്ത് തീരുമാനം, എന്തൊക്കെ കൈക്കൊള്ളാൻ കഴിയും, എന്തൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും എന്ന് എല്ലാ ആൾക്കാരും, എല്ലാ വ്യക്തികളും അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറയാം. അതിൽ നിന്ന് നമുക്ക് ഉചിതമായ ഏറ്റവും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ എടുക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ ഒത്തിരി വിളിക്കുന്നു. നമ്മുടെ സ്കൂളില് ഇപ്പൊ ഭയങ്കര ചൂട് കാലൊക്കെ തന്നെയാണല്ലോ. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ ചൂട് കാലത്ത് ഇരുന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മുടെ സ്കൂളില് എല്ലാ ക്ലാസ് റൂമുകളിലും AC തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോ AC ഇല്ലെങ്കിലും ഒരു മിനിമം ഫാനെങ്കിലും വേണം അല്ല അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായത്തില് ഈ സ്കൂളിലൊരു ചുറ്റുമതിൽ അത്യാവശ്യം. കുട്ടികള് ഒരു അച്ചടക്കം കൊടുക്കുന്നതിനും റോഡിലേക്ക് പോകുമ്പോ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു അടച്ചുറപ്പായിട്ടുള്ളത് എന്റെ ഒരു അഭിപ്രായം അതാണ്. ഒരു ചുറ്റുമതിൽ അത്യാവശ്യം തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതിന് വലിയ പങ്ക് വഹിച്ച സ്ഥാപനമാണിത്. മാത്രമല്ല നമ്മളൊക്കെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണിത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് ആ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് എത്തി നോക്കി. അപ്പൊ അവിടെ ഒന്നും വേണ്ടത്ര ബെഞ്ചുകളോ ഡെസ്കുകളോ കാണുന്നില്ല. ഉള്ളതൊക്കെ കാലൊടിഞ്ഞതൊക്കെയാണ്. അപ്പൊ നമുക്ക് എല്ലാ ക്ലാസ് റൂമിലേക്ക് ആവശ്യമായ കുറച്ച് ബെഞ്ചും ഡെസ്കും ഓഫീസിലേക്ക് ആവശ്യമായ കുറച്ച് ഫർണിച്ചറുകളൊക്കെ അടിച്ച് വാങ്ങിച്ചു കൊടുത്താൽ അത് ഉപകാരപ്പെടും എന്നൊരു ആലോചനയുണ്ട്. ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ തുറന്നു വരട്ടെ. ഏതാ ഉചിതമായത് നമുക്ക് സ്വീകരിക്കാം. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. കുട്ടികളുടെ
വളർച്ചയ്ക്കും നല്ലൊരു ഗ്രൗണ്ട്, കളിച്ചു വളരാനുള്ള ഒരു ഗ്രൗണ്ട് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് തന്നെ അത്ര നല്ലതല്ല. നമുക്ക് ഒന്നും കൂടെ അത് ക്ലബ് സെക്രട്ടറി എന്ന ഇതിൻ്റെ ഇതിൽ ഞാനത് എല്ലാവരും ഒത്തുചേർന്ന് നമുക്കതൊന്ന് വിപുലപ്പെടുത്തണമെന്ന് എനിക്കൊരു അപ്പൊ തീർച്ചയായും നമ്മളെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാവരും പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടു. അപ്പൊ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ളത് ഉപരിയായിട്ട് ഞാൻ ഇവിടുത്തെ പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയാണ്. അപ്പൊ ഞാനടക്കം എല്ലാവരും ഫുൾ ടൈം മൊബൈലിലാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ കാണുന്നു. അപ്പൊ അത് ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടും. ആ ഒരു അഭിപ്രായം ഒന്ന് പരിഗണിച്ചൂടെ? അതാ ഞാൻ പറഞ്ഞു. അതായത് ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്. അത് നമുക്ക് ഈ സ്കൂളിൽ നല്ലൊരു ലൈബ്രറി ഉണ്ടാക്കിയത് കുട്ടികൾക്ക് റെഫറൻസിനും എല്ലാവർക്കും പറ്റും. എന്താ വെച്ചാൽ ഇപ്പൊ പ്രതിഭയിൽ പോകണമെന്നോ ഇല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ക്ലബ്ബിൽ പോകണം. ഇവിടെ നല്ലൊരു ലൈബ്രറി ശരിക്കും ഇല്ല. അപ്പൊ അതൊന്നും നമുക്ക് ആലോചിച്ചൂടെ? വലിയൊരു അഭിപ്രായം പറയട്ടെ. പിന്നെ നമ്മുടെ സ്കൂളിന്റെ എല്ലാ ക്ലാസ് റൂമുകളും പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് നേരെയാക്കിയിട്ട് ടൈലിട്ടിട്ടോ നല്ല വേറെ ഏതെങ്കിലും രീതിയിലോ നന്നാക്കി കൊടുക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല വൃത്തിയായിട്ട് സുഖമായിട്ട് ചളിയില്ലാതെ മണ്ണില്ലാതെ സുഖമായിട്ട് കയ്യിരിക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയുന്നത്. അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഞാൻ ഡോക്ടർ പോലും പറയാം പ്രത്യേകിച്ച്. അപ്പോളേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ്. ഈ വക കാര്യങ്ങളൊക്കെ നടത്തുന്നത് മാനേജ്മെന്റാണ്. അവർക്ക് സർക്കാരിൽ നിന്ന് ഗ്യാരണ്ടി കിട്ടുന്നു. കൂടാതെ മറ്റു വരുമാനങ്ങൾ വേറെയും അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഈ നാട്ടിലുള്ള നാട്ടുകാർക്ക് ഉപകാരമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഞാൻ അങ്ങനെ പ്രത്യേകത ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതൊന്നും എല്ലാവരും കൂട്ടത്തിൽ ആലോചിച്ചിട്ടേ അത് തീരുമാനിക്കാം. ഇന്നിവിടെ നടക്കുന്നത് ഭയങ്കര കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. സംശയം കുടിവെള്ളത്തിന്റെ വലിയ പ്രശ്നമാണ്. ഇന്നലെ ഇവിടെ പരിപാടി നടക്കുന്നത് വെള്ളം ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇവിടെ ഒരു കുടിവെള്ളം കിട്ടുന്ന ഒരു സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഒരു കിണർ നിർമ്മിക്കാൻ നമുക്ക് വേണ്ടി ഈ കുഴൽക്കിണർ നമുക്ക് കുടിക്കാൻ പറ്റുമോ? കുറച്ചൊന്ന് വെള്ളം എടുത്തിട്ട് ഈ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അത് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു ശുദ്ധീകരിച്ച് കൊടുക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് 2 കിണറിന്റെ പൈസ ഫിൽറ്ററിനായിട്ട് വരും. അപ്പൊ മാത്രമല്ല കുഴൽക്കിണർ എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക എന്നല്ലാതെ മഴ പെയ്യുമ്പോൾ അത് സംഭരിക്കാനോ അത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് പ്രയോജനപ്പെടാനോ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് കുഴൽക്കിണർ മാത്രമല്ല ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ ഹെൽത്ത് സെന്ററിൽ ആളുകൾ വന്നു നോക്കി ഒരു തൊലിയിലടക്കം പ്രശ്നങ്ങളാണ്, സ്കിൻ ഡിസീസാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെള്ളം വേണം എന്നുള്ള കാര്യം മസ്റ്റാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ കുഴൽക്കിണർ അത് പര്യാപ്തമല്ല. വെള്ളം ശേഖരിക്കുന്ന വലിയൊരു നല്ല സംവിധാനമാണ് വേണ്ടത്. എന്നാൽ ഞാൻ അഭിപ്രായപ്പെട്ടു വെള്ളമല്ലേ നമ്മുടെ ആവശ്യം. ശുദ്ധമായിട്ടുള്ള ജലല്ലേ നമുക്ക് വേണ്ടത്. അതിനിപ്പോ എന്താ ഒരു മാർഗം? ഞാൻ പറഞ്ഞതാ ഇവിടെ ഒരു കിണറുണ്ട്. ഇപ്പത്തല്ല
കുറെ പഴയതാ. ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അതിൽ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ കുറ്റക്കഞ്ഞി വെക്കാൻ പിന്നെ ഈ നാട്ടിൽ ആളിങ്കാലേക്ക് വന്നിട്ട് വെള്ളം കോരി കിട്ടി. അത്രയും വെള്ളം. എനിക്ക് ഓർമ്മയാണ്, ഞാൻ കണ്ടതാണ്. ആ കിണർ നന്നാക്കി എടുത്താൽ നന്നാവുന്നതാണ് എന്റെ അഭിപ്രായം. കാരണം ആ കിണർ നേരെ വെച്ചാൽ എല്ലാം വൃത്തിയാക്കി എടുത്താൽ അത് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഉണ്ടാവുന്നുള്ള കാര്യം 100% ഗ്യാരണ്ടി. അത് ഞാനേ ബാക്കിയൊക്കെ നിങ്ങൾ അപ്പോ നമ്മളിപ്പോ യോഗത്തില് കൂടിച്ചേർന്ന പലരും പല അഭിപ്രായങ്ങൾ വന്നു. പക്ഷേ ഈ അഭിപ്രായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാതലായ ഒരു അഭിപ്രായം വെള്ളം. അപ്പൊ ഈ വെള്ളം ആണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പൊ ഈ ഒരു കിണർ ഇവിടെ പണ്ട് കാലത്ത് മൂടിക്കെടുക്കുന്നു ശ്രീധേട്ടൻ പറയണം. പക്ഷേ ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. അവര് നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരാണ്. അവർ പഠിച്ചിരുന്ന കാലത്ത് ഇവിടെ കിണറുണ്ടായിരുന്നു, സുലഭമായിട്ട് വെള്ളം അതൊന്ന് കൊണ്ടുപോയിരുന്നു. ആൾക്കാർ അടുത്തുള്ളവരടക്കം ചുറ്റുപാടുള്ളവരടക്കം കൊണ്ടുവരുന്നു പറയുന്നു. അത്രയും സുലഭമായിട്ട് വെള്ളമുള്ള ഒരു കിണറാണെങ്കിൽ നമുക്ക് ആ കിണർ പുനർനിർമ്മിച്ച് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കില്ലേ? എല്ലാവരും കൂടി കൂട്ടായിട്ട് ശ്രമദാനമായിട്ട് ആ കിണർ പുനർനിർമ്മിക്കാം. എല്ലാവർക്കും സമ്മതല്ലേ? അപ്പൊ നമ്മളൊക്കെ അത് നമുക്ക് എല്ലാവരും സന്നദ്ധരുമാണ്. പിന്നെ കാര്യം സ്ത്രീകളും ഒക്കെ സന്നദ്ധരായ സ്ഥിതിക്ക് നമുക്കതൊരു ശ്രമദാനം. എല്ലാവരും നമ്മൾ വലിയ ആൾക്കാരെ കാര്യങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ആ കിണറുണ്ടാക്കും. അടുത്ത ഗാന്ധി ജയന്തി ദിവസം പണ്ടത്തൊക്കെ സേവനവാരം നടന്നിരുന്നത് അതുപോലെ നമുക്കൊരു ആഘോഷമായിട്ട് ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് കിണറിന്റെ പണിയാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതിനു മുന്നേ നമ്മുടെ യൂത്തിന്റെ ഒരു പ്രതിനിധികളല്ലേ ഹരിപ്രിയ എന്ന് പറയുന്നു. എല്ലാവരുടെയും തീരുമാനം അത് തന്നെയാണെങ്കിൽ പൂർണ്ണ പിന്തുണ
മെമ്പറെ അവിടെ നോക്കിട്ടാ ആ കല്ലെ കുട്ടിച്ചിലുണ്ടാവട്ടെ നോക്കേ മെമ്പറെ ആ കൈക്കോട്ടം കിട്ടുമോ ബാക്കിയുള്ളവരൊക്കെ നല്ല വൃത്തിയാക്കിട്ടേ എന്ത് കെട്ടാണോ ഇത് ഇങ്ങനെയല്ല കെട്ടുക ഇങ്ങനെ മുറുക്കിയിട്ട് ഇങ്ങനെ ശരിയാണോ ഈ കൊളത്തൊക്കെ റെഡിയല്ലേ ആ ഭാഗത്തുള്ള മണ്ണ് പോറ്റ എന്താ കിടക്കുന്നത് അവിടെ? അതെന്താ ഒരു ചാക്കത്ത് കാണാനോ ഇവിടുത്തെ ടീച്ചർമാർക്കൊക്കെ അറിയില്ലേ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കുറിച്ചുള്ള ദോഷങ്ങൾ? അതൊക്കെ പറഞ്ഞു ഇവിടുത്തെ കുട്ടികൾ നോക്കോ ശർക്കര എടുക്കാവോ ചായപ്പൊടിക്ക് മൂടി
കക്കുന്ന പൂവനങ്ങൾ മണ്ണിൽ തൂമണം വീശി നിന്നു തൂമ തൂകുന്ന തൂമരങ്ങൾ തോളും തോളുമൊരുമ്മി നിന്നു കണ്ണു കക്കുന്ന പൂവനങ്ങൾ മണ്ണിൽ തൂമണം വീശി നിന്നു തൂമ തൂകുന്ന തൂമരങ്ങൾ തോളും തോളുമൊരുമ്മി നിന്നു കണ്ണു കക്കുന്ന പൂവനങ്ങൾ മണ്ണിൽ തൂമണം വീശി നിന്നു. എന്താണ് ഇപ്പൊ ഇത് കാണാൻ? പണി തീർക്കണ്ടേ? അല്ല നിങ്ങൾ കൂടി ഇവിടെ ഇരിക്കുക. ആ വേഗത്തിലൊക്കെ ഇറങ്ങി ഒരു കൈ സഹായം വേണോ? ഇത് പോറ്റോ അണ്ണന്റെ പോറ്റേ ഒറ്റോണ്ടൊക്കെ നടത്തോ എന്നെത്ര ബേജാറാവണേ പൊട്ട പിടിച്ചിരിക്കാ ഡോക്ടറെ പൊട്ട
ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൻ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്ന വീശുന്നു വായു പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞേ പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്ന വീശുന്നു വായു മെല്ലെന്ന് തെക്കുന്ന വീശുന്നു വായു. മക്കളെ ചാട്ടക്കാരൻ മതിയായിരുന്നു. മക്കൾ നോക്കിയാൽ മതി. എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണേ ആട്ടു നിർത്തി കേട്ടോ കുഞ്ഞുണ്ണി കുറുപ്പ് നിങ്ങൾ വക്കീലും മെമ്പറൊക്കെ അല്ലേ അതങ്ങനെ പടം വന്നിരുന്നത് പണിട്ട് വന്നില്ലല്ലോ എന്റെ കയ്യിലും നോക്കിയൊക്കെ നല്ല തവണ തവണ രണ്ടും പിന്നെ അടിയുടെ കുറവുണ്ട്
അവൾക്ക് കുടിക്കാൻ മാത്രമേ അറിയുള്ളൂ. ചായ പണിയെടുത്ത് പാട്ടും കളിച്ച പോലെ ഞാനൊന്ന് വീട്ടിൽ കേട്ടോ, അവിടെ തിരക്കുണ്ടാവും. ഞാൻ പട്ടരക്ക് കൊടുത്ത് പട്ടരക്ക് എടുത്ത് ഒന്ന് കേട്ടടാ എന്ത് നീ ശരിക്കും കണ്ടു? മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ? മനുഷ്യന്റെ അസ്ഥി കൂടെ പുറത്തെടുക്കണം. നടപടിക്രമങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. രണ്ടാളും ഉണ്ടല്ലോ ഇവിടെ. പോലീസും വക്കീലും ഉണ്ട്. ജനപ്രതിനിധിയായിട്ട് നമ്മുടെ വാർഡ് മെമ്പറും അതിനല്ലേ ഡോക്ടർക്ക് ഇവിടെ ഉള്ളത്.
പഠിക്കണം. ബിജു പുറത്തെടുക്കും. ഞാൻ അറിയില്ല, എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ, ഞാൻ അറിയില്ല, പേടിയാ. പുറത്തെടുക്കാൻ പറ്റില്ല, പുറത്തെടുക്കാൻ പറ്റില്ല. നീയല്ലേ ആദ്യം കണ്ടത്? അതെ, നീ തന്നെ പുറത്തെടുക്കണം. നിയമനൂലാമാലകളൊക്കെ നിനക്കറിയാലോ, അതുകൊണ്ട് നീ തന്നെ ഇറങ്ങിയിട്ട് അളന്നെടുക്ക്. കൊട്ടിറക്കി കൊടുക്കും. പെട്ടെന്ന് മെല്ലെ മെല്ലെ പക്ഷേ പ്ലാസ്റ്റിക്കിന്റെ എന്തോ സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുക. ഇത് വെറും പ്ലാസ്റ്റിക്കാണ്. ഇപ്പോഴാണ് മനുഷ്യരെ ഒരു സമാധാനമായത്. ഇപ്പോഴാണ് ശ്വാസം കിട്ടിയത്. പ്ലാസ്റ്റിക്കല്ല വേറെന്താണ്? എടാ ഒറിജിനൽ അല്ല, ഒറിജിനൽ ലാസ്റ്റ് കൂടെ ഒക്കെ നാടകത്തിന് എടുക്കും. എടീ ഏട്ടുള്ള ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് കന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അതിനാളൊരു ബാലകാലം. അപ്പൊ അതിൽ നാളൊക്കെ വെച്ചു ആ
നമ്മുടെ ക്ലാസ്സിൽ നാടകം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഒരു സാധനങ്ങളൊക്കെ വേറൊരു പാവക്കുറ്റമല്ല. ഞാൻ പറഞ്ഞ നേരത്തെ നാടകം അഭിനയിച്ച കഥ, ആ നാടകത്തിൽ ജീവനുള്ള ഒരു മനുഷ്യക്കുട്ടിയായിട്ട് അഭിനയിച്ച നാട്ടുകാര്, രക്ഷിതാക്കള്, ഇന്ന് നമുക്കൊരു ആഘോഷത്തിന് ദിവസമാണ്. നമ്മൾ കുഴിച്ച കിണറ്റിൽ വെള്ളം കണ്ടിരിക്കുക. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മുടെ കൂട്ടായ്മയിലൂടെ നിർമ്മിച്ച കിണറ്റിലാണ് ഇപ്പോൾ വെള്ളം കണ്ടെത്തിയത്. നമ്മളാക്കിയ നമ്മുടെ എല്ലാ ശക്തികളുടെയും എല്ലാ കഴിവുകളുടെയും സ്രോതസ്സാണ് ഈ സ്കൂൾ. ആ സ്കൂളിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന് ഒരു കിണർ കുഴിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് ഈ നാടിന്റെ ഒരു ആഘോഷമായിട്ട് നമുക്ക് ആഘോഷിക്കണം. അതിനോടനുബന്ധിച്ച് നമ്മുടെ നാടകവും വേണം. കൂട്ടായ്മയിലൂടെ കിണർ പുനർനിർമ്മിച്ച പോലെ കൂട്ടായ്മയിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കലാരൂപം, അത് നാടകമല്ലാതെ ഏത് കലയാണ്? ഒന്നായി ഒത്തുചേരാ ഈ ആദ്യ വിദ്യാലയ അങ്കണത്തിൽ. പോയ ബാല്യ സ്മൃതികൾ
സ്കൂളിലെ 2024 മെയ് 5 സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ നാടകം തുറന്ന കിണർ തുറന്ന മനസ്സ് ഇന്ന് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കക്കിടിപ്പുറത്തിന്റെ പോയകാല നാടക പാരമ്പര്യത്തെ ശിരസാ നമിച്ചുകൊണ്ട് ഈ നാടകത്തിന്റെ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. അരങ്ങത്ത് ശ്രീ മണികണ്ഠൻ, ശ്രീ പ്രമോദ്, ശ്രീ ദേവദാസ്, ശ്രീ ഗോപാലൻ, ശ്രീ മുഹമ്മദ് അബ്ദുറഹ്മാൻ, ശ്രീ സുധീർ, ശ്രീ ശ്രീധരൻ MP, ശ്രീ അലി, ശ്രീ ബിജു, ശ്രീ PM രവീന്ദ്രൻ, ശ്രീ പ്രി ഹരിദാസൻ, കുമാരി ഹരിപ്രിയ, ശ്രീമതി സ്മിത, ശ്രീമതി ബിന്ദു PC, മിൻഷാദ് മജീദ്, ശ്രീലക്ഷ്മി, അഭിനവ്. നാടകത്തിന്റെ മൂലകഥ ആറങ്ങോട്ടുകര കലാപാഠശാല. സംഗീതം ശ്രീ മുരളി മേനോൻ. ഗാനരചന ശ്രീ ചന്ദ്രൻ മാസ്റ്റർ. സാങ്കേതിക സഹായം ശ്രീ രാമദാസ് T.N. ചന്ദ്രൻ മാസ്റ്റർ. നാടക സംവിധാനം ശ്രീ നാരായണൻ ആറങ്ങോട്ടുകര ആൻഡ് ശ്രീജ ആറങ്ങോട്ടുകര. ആറങ്ങോട്ടുകര കലാപാഠശാലയോടുള്ള സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.